ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആട്ടാ. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. ഇനി ഇഷ്ടമല്ലെങ്കിൽ അതും പറഞ്ഞോളേ. വൈകിട്ടത്തെ നോമ്പുതുറയുടെ കുറച്ച് കാര്യങ്ങളാട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു. നല്ല രീതിക്ക് മഴ പെയ്തിട്ട് കുറഞ്ഞതാട്ടോ ഇത്. ഇപ്പം ചെറുതായിട്ട് പെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. മഴ തോർന്ന ഒരവസ്ഥയാട്ടെ ഇത്. പിന്നെ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പൈനാപ്പിൾ ജ്യൂസ് ആട്ടോ ഉണ്ടാക്കാമെന്ന് ഓർത്തത്. ആ പൈനാപ്പിൾ ഞാൻ കട്ട് ചെയ്യുന്നതാട്ടായി കാണുന്നത്. കുറേ നേരം ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ നടക്കുന്നില്ലായിരുന്നു. കാരണം കത്തിക്ക് ഒട്ടും മൂർച്ച ഉണ്ടായിരുന്നില്ല. കുറേ നേരം ഞാൻ നോക്കി, പിന്നെ നടന്നില്ല. പിന്നെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ച. പിന്നെ ഉമ്മി വന്നിട്ടാട്ടോ പൈനാപ്പിൾ കട്ട് ചെയ്തത്. ഉമ്മി അങ്ങനെ അത് മുറിച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അവിടെ. ആ കത്തിക്ക് ഒട്ടും മൂർച്ച ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുറിക്കുമ്പോൾ ഒരു മധുരമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിച്ചു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് ഉമ്മി പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കാനാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് ഓർത്തിരുന്നു. അപ്പം തലേന്നത്തെ സമൂസയുടെ കുറച്ച് ഫില്ലിംഗ് ഒക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ എടുത്ത് ബ്രെഡൊക്കെ കൂടെ മിക്സ് ചെയ്ത്, പിന്നെ കുറച്ച് ബീഫും അതിൻ്റെ സ്റ്റോക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ കട്ട്ലറ്റ് പോലെ ഒരു സിമ്പിൾ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ബീഫാണ് ആഡ് ചെയ്യുന്നത്. ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. നല്ല രീതിയിൽ കുഴച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട്. ഇതൊക്കെ റെഡിയായിട്ട് മാറ്റി വെച്ച് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച്, പിന്നെ നമ്മൾ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുത്തത്. കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ചൂടോടെ കഴിക്കുമ്പം നമ്മൾ കട്ട്ലറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. ഒരുമിച്ചിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാ. പിന്നെ അപ്പത്ത് ചായക്കുള്ള വെള്ളവും വെക്കുന്നുണ്ട്. ഈ സ്നാക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചായക്ക് വെച്ച വെള്ളം തിളച്ചപ്പോൾ നമ്മൾ അതിലേക്ക് പാല് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് ചായ വെക്കുന്നത്? പാല് വെച്ചിട്ട് അതിലോട്ടാണോ വെള്ളം ഒഴിക്കുന്നത്, അതോ വെള്ളം അത് വെച്ചിട്ട് പിന്നെയാണോ പാലൊഴിക്കുന്നത്? ഞാൻ ചായ വെക്കുമ്പോൾ ഞാൻ പാലൊഴിച്ചിട്ട് അതിലോട്ടാട്ടോ വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഇത് ഈത്തപ്പഴം എടുക്കുമ്പം അടിയിൽ കൂടെ ഒരു കുഞ്ഞിക്കൈ വരുന്നുണ്ട്. എച്ച് ബേബിയാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഇപ്പുറത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മഴയൊക്കെ ഒന്ന് മാറി വന്നു. പിന്നെ കറിയൊക്കെ റെഡിയാക്കി. ഇനി നമ്മൾ പൈനാപ്പിൾ ജ്യൂസ് അടിക്കാനുള്ള ഇതിലാണ്. മിക്സി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ ഇട്ട് കൊടുത്തു, പഞ്ചസാര ഇട്ട് കൊടുത്തു, പിന്നെ ഈത്തപ്പഴവും ഇടുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ്. പിന്നെ പാലൊഴിച്ചിട്ടാണ് അടിച്ചെടുത്തത്. കട്ടപ്പാൽ നമ്മൾ അതിലോട്ടിട്ടിട്ടാണ് അടിച്ചു കൊടുത്തത്.
യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തുള്ളതുകൊണ്ട് കുറേ പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കണേ. ജ്യൂസ് ഇതാ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഫ്രീസിലോ അതോ ഫ്രിഡ്ജിലോ, നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പുറത്തെ മഴയൊക്കെ മാറി ആകാശം ഇങ്ങനെ മൂടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ പല്ലിൽ നിന്ന് മേടിച്ച പുലാക്കഞ്ഞി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ബാങ്ക് വിളിക്കാറ് സമയമായിട്ടുണ്ട്, അതുകൊണ്ട് എല്ലായിടത്തും റെഡിയാക്കി വെക്കുവാണ്. പുലാക്കഞ്ഞി ഒഴിച്ചു, പിന്നെ ചായ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം കട്ട് ചെയ്ത ഫ്രൂട്ട്സും നമ്മളുണ്ടാക്കിയ സ്നാക്കും എല്ലാം നമ്മൾ പാത്രത്തിലെടുത്ത് വെക്കുവാണ്. നോമ്പ് തുറക്കാൻ സമയമായി അതാട്ടോ. ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. അത്യാവശ്യം തണുപ്പൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമ്മൾ സ്നാക്ക് എടുത്ത് വെച്ചു. എല്ലാം കഴിക്കാനുള്ള എല്ലാം നമ്മൾ ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞിട്ട് റോട്ടിയും ബീഫ് പെരട്ടാണിത്. പിന്നെ കറി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഇത് അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള പുട്ട് ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. അത്താഴത്തിന് പുട്ട് കഴിക്കാമെന്ന് വെച്ച്. അപ്പോൾ പുട്ടിന് വേണ്ടി ഉമ്മി വെള്ളം ഒക്കെ ചേർത്ത് പുട്ടിന് പൊടി കുഴിച്ച് തേങ്ങയൊക്കെ അപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുഴയ്ക്കുകയാണ്. ഇതായി ഐസ് ബേബി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഗ്യാസിൽ പുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ പുട്ട് വെച്ചിട്ടുണ്ട്. പുട്ടിന് ആവി വന്നു. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. നമ്മളിത് എല്ലാം ആക്കി വെച്ചിട്ട് അത്താഴത്തിന് എടുക്കുള്ളൂ. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പുട്ടും ബീഫ് കറിയുമാണ്.